രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രേംകുമാറിന് ഉത്തരം നൽകാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 ആക്കാൻ നിങ്ങൾക്ക് ഒരു ചിന്തയുടെ ആവശ്യം വന്നില്ലല്ലോ. KSRTC സൗജന്യ യാത്ര കൊടുക്കാൻ അധികം ചിന്തിക്കേണ്ടി വന്നില്ലല്ലോ. നോക്കൂ പ്രേംകുമാർ, നിങ്ങളുടെ 30 വണ്ടിയും 6 കാറും നടുക്കൊരു ബോറ് കാറും എന്ന് പറയുന്നത് പോലെ 30 വണ്ടിയുമായിട്ട് പോയിരുന്ന പിണറായി വിജയന്റെ എസ്കോർട്ട് വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി. എത്രയപ്പോൾ വണ്ടി ഉള്ളത്? അതെന്താ ചെലവ് ചുരുക്കലിന്റെ ഭാഗമല്ലേ? അല്ലേ? ഇനി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് 2.5 വർഷം കഴിയുമ്പോൾ പെൻഷൻ ആജീവനാന്തകാലം കിട്ടുന്നത് 4 വർഷമാക്കി. അതായത് ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആ സ്റ്റാഫിൽ ഒരു ടേമിൽ ഒരാൾക്കേ കിട്ടത്തുള്ളൂ പെൻഷൻ. ഒരാൾക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടേമിൽ ഇപ്പൊ 20 പേരെ വെക്കുന്നു. ആ 20 പേര് 2.5 വർഷം കഴിഞ്ഞ് പിന്നീട് പോയി പെൻഷൻ മേടിച്ച് പിന്നീട് 20 പേര് വരുന്ന പരിപാടി ഒഴിവാക്കി. അത് ഖജനാവിലേക്ക് പൈസ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. ഞങ്ങളെ കൊണ്ട്, നിങ്ങൾ ജനത്തെ കൊണ്ട് എങ്ങനെയാണോ മുണ്ട് മുറുക്കിച്ചത് ആ പരിപാടി നിർത്തി മന്ത്രിമാരും മന്ത്രിസഭയും മുഖ്യമന്ത്രിയും മുണ്ട് മുറുക്കാൻ തീരുമാനിച്ചു ആദ്യഘട്ടത്തിൽ. അതിന്റെ ഭാഗമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാഹന വ്യൂഹത്തിന്റെ വെട്ടിക്കുറക്കൽ, പേഴ്സണൽ സ്റ്റാഫിന്റെ വെട്ടിക്കുറക്കൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ സർക്കാർ മുണ്ട് മുറുക്കാനാണ് ആദ്യം തീരുമാനിച്ചിരിക്കുന്നത്. 1. 2, അദ്ദേഹത്തിന് ഒരു ഉത്തരം പറയാം. 15ാം നിയമസഭയുടെ 11ാം സമ്മേളനം നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം 4381 ശ്രീ AP അനിൽകുമാറിനാണ് ചോദ്യം. പ്രസ്തുത അധിക സെസ് ഏർപ്പെടുത്തിയതിലൂടെ സർക്കാർ എന്താണ് ലക്ഷ്യം വെച്ചതെന്നും പ്രസ്തുത ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നും വിശദീകരിക്കാമോ? ഉത്തരം പറയുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ. അന്നത്തെ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക എന്ന സർക്കാരിന്റെ പ്രധാന കർത്തവ്യം നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സാമൂഹ്യ സുരക്ഷാ സെസ്. അതിന് പേരിട്ടത് തന്നെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്നാണ്. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സെസ്സാണ് ഈ 2 രൂപ അധിക സെസ്. ഇനി നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം 2523 10ാം സമ്മേളനം ശ്രീ AP അബ്ദുൾ ഹമീദ് ബഹുമാനപ്പെട്ട മെമ്പറിന്റെ ചോദ്യം B, ആ ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് ഉത്തരം പറയുന്നത് എന്താണെന്ന് അറിയാമോ? സാമ്പത്തികമായി പല പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും സാധിക്കുന്നത്ര സമയത്ത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ 2 രൂപ അധിക സെസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞവരാണ്. നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഗ്ദാനം എന്തായിരുന്നു? പൂർണ്ണമായും 1 മാസം പോലും ലാഗ് ഇല്ലാതെ പെൻഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനേ സാധിച്ചിട്ടില്ലെന്ന് നിയമസഭാ രേഖകളിൽ നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തൊരു സംവിധാനം അമ്പേ പരാജയമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മേൽ അധിക സർക്കാരിന്റെ ഹണിമൂൺ പീരീഡ് പോലും കഴിയുന്നതിന് മുമ്പ് ആ സർക്കാരിന് അത് പരാജയപ്പെട്ട സംവിധാനമാണ് 2 രൂപ അധിക വർധന. പരാജയം ഞങ്ങൾക്ക് വേണ്ട, എടുത്ത് കളഞ്ഞേക്ക് എന്ന് പ്രഖ്യാപിക്കാമല്ലോ. അതിനധികം ആലോചനയുടെ കാര്യമില്ല. ധവളപത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല, അവിടെയാണ് പ്രശ്നം. ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്വാഭാവികമായും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് ഈ പദ്ധതി. ഏത് സർക്കാരിൻ്റെയാണ് ആ സർക്കാർ പ്രഖ്യാപിച്ചതാണെങ്കിലും നിലവിൽ അതിലേക്കാണ് ഇത് വകയിരുത്തുന്നത്. അപ്പൊ സ്വാഭാവികമായി അതിന് അധിക വരുമാനം കണ്ടെത്തേണ്ടതായി വരും. ഹാഷ്മി, നമ്മളിപ്പോൾ അത് ക്യാൻസൽ ചെയ്താൽ ഞങ്ങൾ പൂർണ്ണമായും ഇത് ക്ലോസ് ചാപ്റ്റർ ആണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് അതിന് ആലോചിക്കാനുള്ള സമയം ആവശ്യമാണ്. എന്തിനാണ് ആലോചിക്കുന്നത്? അത് ക്ലോസ് ചെയ്യുമ്പോൾ, ഇപ്പൊ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ 2 രൂപ അതേ സെസ് അത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണ്ടേ? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അധിക വരുമാനം എവിടെ നിന്ന് കണ്ടെത്താം എന്നതിനെ പറ്റി പഠിക്കണം. അത് വെറുതെ KN ബാലഗോപാലിന്റെയോ അല്ലെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്കിന്റെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം കൊണ്ടൊന്നും നമുക്ക് അതിൻ്റെ അത് പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. അവിടെയാണ് എക്സ്പേർട്ടുകളെ നമ്മൾ ഉപയോഗിക്കുക. അവിടെയാണ് എക്സ്പേർട്ടുകളുമായി സംസാരിക്കണം എന്ന് പറയുന്ന ഒരു സ്പേസ് അത് സർക്കാർ ആവശ്യപ്പെടുന്നത്. സർക്കാർ പറഞ്ഞത് ഇത് പൂർണ്ണമായും ഞങ്ങൾ ക്ലോസ് ചെയ്തു, നിങ്ങളുടെ അടിയന്തര പ്രമേയം പരിഗണിക്കുന്നില്ല, അത് ഒരു കാലത്ത് ഞങ്ങൾക്ക് അതൊരു മണ്ടൻ തീരുമാനമാണ്, പറ്റില്ല, നോട്ട് അറ്റ് ഓൾ പോസിബിൾ എന്ന് പറഞ്ഞില്ലല്ലോ. സർക്കാർ പറഞ്ഞ എന്താ? അത് പരിഗണിക്കാം. ഈ പറയുന്ന അടിയന്തര പ്രമേയം നിങ്ങൾ മുമ്പോട്ട് വെച്ച ടേബിൾ ചെയ്തിരിക്കുന്ന അടിയന്തര പ്രമേയത്തിൽ ചില സത്യങ്ങളുണ്ട്, അത് പരിഗണിക്കപ്പെടേണ്ടവയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അത് പരിഗണിക്കണമെങ്കിൽ സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചന നടത്തണം. ആ 2 രൂപ അധിക സെസ് വേണ്ട എന്ന് വെക്കുമ്പോൾ ഖജനാവിലേക്ക് ഉണ്ടാവുന്ന നഷ്ടം, ആ നഷ്ടം പരിഹരിക്കാൻ അധിക വരുമാനം എവിടെ നിന്ന് കണ്ടെത്താം എന്നത് പഠിക്കണം. അതിന് സമയം വേണമെന്നാണ് പറഞ്ഞത്. 1